നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് സഞ്ചാരികൾ അപകടത്തിൽപ്പെട്ട സംഭവം അക്ഷരാർത്ഥത്തിൽ സകലരെയും നടുക്കിയ സംഭവമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും ബ്രിഡ്ജ് നിർമ്മാണം ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിർമ്മാണം നടത്തിയിരിക്കുന്നത് തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിക്കാതെയാണ്. കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതിയും വാങ്ങിയിട്ടില്ല. തീരത്തെ ഏതുതരം നിർമ്മാണ പ്രവർത്തികൾക്കും KCZMA അനുമതി വേണം എന്ന ചട്ടം ഇരിക്കെ താൽക്കാലിക നിർമ്മാണമായതിനാൽ അനുമതി വേണ്ടതില്ലെന്നാണ് DTPCയും അഡ്വഞ്ചർ ടൂറിസവും നൽകുന്ന വിശദീകരണം. സർക്കാരിന്റെ ടൂറിസം ഏജൻസികൾ സ്വീകരിച്ചിരിക്കുന്നത് എല്ലാം കൈയൊഴിയുന്ന തരത്തിൽ ഉള്ള നിലപാടാണ്. നടത്തിപ്പ് ഉത്തരവാദിത്വം കരാർ കമ്പനിക്കാണെന്ന് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വ്യക്തമാക്കി. സുരക്ഷാ ചുമതല നടത്തിപ്പ് കമ്പനിക്ക് മാത്രമാണെന്ന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന് അധികൃതർ പ്രതികരിക്കുന്നുണ്ട്. വേലിയേറ്റ സമയത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കരുതായിരുന്നു എന്നും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അധികൃതർ ആരോപിക്കുന്നു. പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാതെ ഇനി നടത്തിപ്പിന് അനുവദിക്കില്ലെന്നും നഗരസഭ ഉറപ്പു നൽകി. അതേസമയം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നുണ്ടായ അപകടത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. അടിയന്തരമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയായിരുന്നു അപകടം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് കുട്ടികൾ ഉൾപ്പെടെ 15 പേർ കടലിൽ വീഴുകയായിരുന്നു. കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ സമയത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ലൈഫ് ഗാർഡുമാരും പ്രദേശത്തുണ്ടായിരുന്നവരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരേ സമയം 100 പേർക്ക് ബ്രിഡ്ജിൽ കയറാം. 700 കിലോഗ്രാം ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ചാണ് പാലത്തെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. 11 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, വർക്കല നഗരസഭ എന്നിവരുടെ സഹകരണത്തോടെയാണ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് 2023 ഡിസംബർ 26-ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത്. തീരത്ത് നിന്ന് കടലിലേക്ക് ഏകദേശം 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും കടൽപ്പാലം ഒരുക്കിയിട്ടുള്ളത്.